ഡിയർ ഫ്രണ്ട്സ്, ഞാനൊരു നിയമവിദ്യാർത്ഥിയാണ്. പേര് മൊയ്തി. ഇന്ന് സുബോധവാനായി ജീവിക്കുന്നു. മിസ്റ്റർ ഷാജി അപ്രൂവ്ഡ് ലിറ്ററേച്ചറുകൾ എന്താണെന്ന് നമുക്ക് വിശദമായി പറഞ്ഞു തന്നു. എന്നെ സംബന്ധിച്ച് 1995 ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പ്രസ്ഥാനത്തിൽ വന്നിട്ട് ബോംബെയിൽ നിന്നുള്ള ചില മലയാളം അച്ചടിച്ച, അതായത് ഒരുപാട് തെറ്റുകളുള്ള മലയാളത്തിലുള്ള 1-2 പാംലെറ്റുകളാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. പക്ഷേ എൻ്റെ മംഗലാപുരത്തുള്ളൊരു സുഹൃത്ത് മുഖേന എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് 24 hours a day എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ അത് എസാൽഡൻ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ പ്രസിദ്ധീകരണമാണെന്നും അവർ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരണങ്ങളുള്ള ഏകദേശം 44ഓളം റിക്കവറിക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളുള്ള ഒരു പുസ്തക കമ്പനി എന്നോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് പറയാം. അസാൽഡൻ എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റ് അസാൽഡൻ ഫൗണ്ടേഷൻ എന്നാണ്, ഫൗണ്ടഡ് ഇൻ 1949. pioneered the model of care for alcoholism and drug addiction that is now the most widely used in the world എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിലെ പല പുസ്തകങ്ങളും, അതായത് എൻ്റെ സ്റ്റെപ്പ് വർക്കിനു വേണ്ടി ഞാൻ വരുത്തിച്ചത് ദ 12 steps ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ്. അതിലാണ് വളരെ ബ്രീഫായിട്ട് എനിക്ക് ആ സ്റ്റെപ്പ് വർക്കൗട്ട് ചെയ്യാനുള്ള സംഗതികൾ എനിക്ക് മനസ്സിലായത്. അതിനുശേഷം ദ ലിറ്റിൽ റെഡ് ബുക്ക്, അങ്ങനെ ഒരു 3-4 പുസ്തകങ്ങൾ എനിക്ക് വേണ്ടത് ഞാൻ അതിനകത്തുനിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്നും എൻ്റെ കൈവശമുണ്ടത്. അതുപോലെ തന്നെ ബിഗ് ബുക്ക് സ്റ്റഡിക്ക് എന്നെ സംബന്ധിച്ച് ഉപകരിച്ചത് ജോമെക് എന്ന് പറയുന്ന എ ഗൈഡ് ഫോർ ബിഗ് ബുക്ക് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അത് ഓഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന ഒരു പുസ്തക കമ്പനിയാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ലോകത്ത് തന്നെ പലതരത്തിലുള്ള വിവിധ തരത്തിൽപ്പെട്ട പുസ്തകങ്ങൾ റിക്കവറിക്ക് വേണ്ടി പലരും പലതുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിലേറ്റവും നമ്പർ 1 ഞാൻ കണ്ടതും മനസ്സിലാക്കിയതും എസാൽഡനാണ്. അതിൽ മെഡലുകളുണ്ട്, ബർത്ത്ഡേ ടോക്കൺസ് ഉണ്ട്, ഒക്കെ ഈ എസാൽഡനിലുണ്ട്. അപ്പോൾ GSO അമേരിക്ക അതിനോട്ട് എതിർപ്പും അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങൾ തെറ്റാണെന്നും എവിടെയും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ റിക്കവറിക്ക് അത് വളരെ ഉപകാരപ്രദമായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് 7 ലിറ്ററേച്ചറുകൾ ഓരോന്നോരോന്നായി ചെറുമട്ടത്തിലൊക്കെ വായിച്ച് അതിൽ നിന്നൊക്കെയുള്ള ചില സാരാംശങ്ങളൊക്കെ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. നാം ഇന്ത്യയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന നമ്മുടെ പ്രൈസ് ലിസ്റ്റ് ആൻഡ് ഓർഡർ ഫോം ഫോർ AA ബിഗ് ബുക്ക് ആൻഡ് ലിറ്ററേച്ചറും അമേരിക്കയിൽ ദ ജനറൽ സർവീസ് ഓഫീസ് ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ് പ്രസിദ്ധീകരിക്കുന്ന അവരുടെ പ്രൈസ് ലിസ്റ്റും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തിയാൽ ഈ അമേരിക്കൻ പ്രൈസ് ലിസ്റ്റിൽ ബുക്സ് എന്താണെന്ന് പറയുന്നു. ദെൻ പാംലെറ്റ്സ് ഓൺ എ റിക്കവറി അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. മൂന്നാമതായിട്ട് പാംലെറ്റ്സ് ഓൺ AA റിക്കവറി, പിന്നെ പാംലെറ്റ്സ് ഓൺ AA യൂണിറ്റി ആൻഡ് സർവീസ് ഫോർ പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് പീപ്പിൾ ഫോർ പബ്ലിക് ഇൻഫർമേഷൻ ആക്ടിവിറ്റി. ദെൻ ലിറ്ററേച്ചർ അവൈലബിൾ ഫോർ പബ്ലിക് ഇൻഫർമേഷൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് വീണ്ടും ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫോർ പബ്ലിക് ഇൻഫർമേഷൻ ആക്ടിവിറ്റി എന്ന് പറയുന്നതിൽ how AA members cooperate, speaking at non-AA meetings, AA fact file, AA members' eye view of AA, let us be friendly with our friends,
AA സർവീസ് ഹാൻഡ് ബുക്ക് ഓൺ PI, എ ബ്രീഫ് ഗൈഡ് ടു AA. അപ്പോൾ ഇതുപോലെയാണ് സംഗതി. GSO ന്യൂയോർക്കിൻ്റെതും GSO ഇന്ത്യയുടേതും ഉള്ള പ്രൈസ് ലിസ്റ്റിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നാം ചെയ്യുന്ന പ്രവൃത്തിക്ക് വേണ്ടതായിട്ടുള്ള പാംലെറ്റുകൾ, ഇപ്പോൾ നമ്മളൊരു പബ്ലിക് ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളെ ക്ഷണിക്കാൻ പോവുകയാണെങ്കിൽ അത് നമുക്ക് ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അത് ഏത് പാംലെറ്റാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. ഇത് പലരും മനസ്സിലാക്കിയിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്തോ എന്നെ സംബന്ധിച്ച് ഇത് എനിക്ക് 96-ൽ കിട്ടിയതാണ്. ഇപ്പോഴും ഞാനതൊക്കെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഷാജി ചെയ്ത അല്ലെങ്കിൽ പറഞ്ഞ വാക്കുകൾ വളരെ ശരി തന്നെ. പക്ഷേ ഇതിലെ പഠനാർഹമായിട്ട് പോകുന്നൊരു വ്യക്തിക്ക് മറ്റ് പല ഗൈഡുകളും ഉപകാരപ്രദമാകും, അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ അസാൽട്ടൻ്റെ ബുക്സ് എനിക്ക് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മറ്റു പലർക്കും മറ്റു വിധത്തിലും ആവാം. കാരണം അപ്പോൾ നമുക്കൊരു ബ്രീഫ് സ്റ്റഡി ശരിക്കും അത് നടത്താൻ പറ്റും എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഓക്കെ, താങ്ക് യു.